ഇടിയപ്പം അതെന്ത്? ഇടിയപ്പോ ഉള്ളിക്കറി. അയ്യോ, ഇന്നും മുട്ട ഇല്ല, മറന്നുപോയി മുട്ട വാങ്ങാൻ. മതി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും ജോലിക്ക് പോകാനായിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. എനിക്കിന്ന് ഇവിടെയല്ല, എനിക്കിന്ന് കുറച്ച് ലോഡിങ് ആണ് ആദ്യം. അപ്പോൾ ലോഡ് കയറ്റി വീഡിയോ എടുത്തില്ല കേട്ടോ. ഇന്ന് നമ്മൾ 2 പേരുണ്ട് ജോലിക്ക്. അത് 2-3 സ്ഥലത്തായിട്ടാണ്, എല്ലാം കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാൽ നമുക്കിന്നിവിടെ ആദ്യമല്ല, കുറച്ച് സ്ഥലങ്ങളിൽ വേറെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോൺക്രീറ്റ് ആണേ. അപ്പോൾ അതിനുള്ള ലോഡാണ് ഇറക്കുന്നത്. സൈഡ് വാൾ കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലോഡ് ഇറക്കിയിട്ട് വേറെ സ്ഥലത്താണ് ജോലി. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 പേരുണ്ട്. കോൺക്രീറ്റിന് വേറെ ടീമുകൾ വരും, നമ്മൾ 2 പേർ പോരല്ലോ. സൈഡ് വാൾ കോൺക്രീറ്റ് ആണ്. അതിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞായിരുന്നു, 2ാമത്തെ സെക്ഷനാണ്. അപ്പോൾ അതിനുള്ള ലോഡ് കുറച്ചേ ഉള്ളൂ, ബാക്കി ലോഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പുള്ളി ഹെൽമെറ്റ് ഇടാനാണ് കേട്ടോ പറഞ്ഞത്. ഹെൽമെറ്റ് എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ എടുക്കാനായിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ലോഡൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കേട്ടോ. ഈ സൈറ്റ് നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടവർക്ക് പരിചയമുള്ളവർക്ക് മനസ്സിലാവും സൈറ്റ്. പുള്ളി കാപ്പി കുടിക്കുന്നുണ്ട്. സംഭവം എൻ്റെ കാപ്പി ആ വണ്ടിയിലായി പോയിട്ടാ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേണം എനിക്ക് കാപ്പി പിടിക്കാൻ. എന്നോട് പുള്ളി വിളിച്ചായിരുന്നു കാപ്പി പിടിക്കാൻ. ഞാൻ വേണ്ട, എൻ്റെ ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ ചെറിയൊരു അറ്റകുറ്റപ്പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി അടുത്ത സൈറ്റിലോട്ട് പോകാൻ. അവിടുത്തെ വർക്ക് ശകലേ ഉള്ളായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഇപ്പം അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് അറിയില്ല. വർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിഞ്ഞു. അതെന്താണെന്ന് പറഞ്ഞുതരാം. സംഭവം ഉണ്ടല്ലോ, ഈ പൊക്കപ്പുറത്തോട്ട് കാണുന്ന സൈറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. മുമ്പ് ഇവിടെ വഴിയില്ലായിരുന്നു. സംഭവം ഈ മണ്ണ് ഇറക്കിയ സമയത്ത് ഈ വീടിൻ്റെ വേസ്റ്റ് ടാങ്ക് ഈ ഭാഗത്ത് എവിടെയോ ആണ്. ആ ടാങ്കിലേക്ക് നമുക്ക് വേസ്റ്റ് അടിച്ച് കളയാനായിട്ട് വേറെ പൈപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളത് തെളിച്ച് വേറൊരു പൈപ്പ് അതിൽ കണക്ട് ചെയ്തിടാനാണ് നമ്മൾ വന്നത്. പക്ഷേ നമ്മൾ എത്ര തോണ്ടിയിട്ടും ഇത് ടാങ്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഇതിൻ്റെ വേസ്റ്റ് പൈപ്പ് എങ്ങനെയാണോ പോയിരിക്കുന്നത് അതുപോലെ തോണ്ടി വന്നപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും അടിയിലോട്ടാണ് പോയി. ആ പൈപ്പ് പോയിരിക്കുന്നുണ്ടോ? ഇത് അതിൻ്റെ അടിയിലോട്ടാണ് പോയിരിക്കുന്നത്. വീട്ടുകാർ പറഞ്ഞ ഭാഗത്തേ ഒന്നുമല്ല ഈ ടാങ്ക് കിടക്കുന്നത്. സംഭവം ഈ മണ്ണ് വന്ന് മൂടിയപ്പോൾ ഏത് ഭാഗത്താണെന്ന് ഒരു പിടിയില്ല. അങ്ങനെ നമ്മൾ ആദ്യം കിളച്ച് വട്ടായി പോയി കേട്ടോ. സംഭവം നമ്മളെ മേശിരി തുരപ്പം തുരന്ന് പോണ പോലെ തുരന്നതിൻ്റെ എൻ്റെ ശകലമെങ്കിലും നമുക്ക് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കായിരുന്നു ഇവിടെയാണെന്നുള്ളത്. എങ്കിലും ഈ മണ്ണ് നമുക്ക് ഫുള്ള് മാറ്റിയിട്ട് വേറൊരു പൈപ്പ് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വേസ്റ്റ് അടിച്ച് കളയാനായിട്ട് നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് എവിടെയാണെന്ന് അറിയാതെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ ആ പൈപ്പ് ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ ആ ടാങ്ക് കണ്ടെത്തിയാലും നമ്മൾ ഇത്രയും മണ്ണ് നമ്മൾ മാറ്റണം. സംഭവം ഈ വീട്ടുകാർക്കും അബദ്ധം പറ്റിയതാണ്. സംഭവം ഇതിൻ്റെ അടുത്തെവിടെയാണെന്ന് കരുതിയിട്ടാണ് നമ്മളെ വിളിച്ചത് ചെയ്യാനായിട്ട്. സംഭവം ഇതിൻ്റെ അടിയിലോട്ടാണ് ഈ ടാങ്ക് കിടക്കുന്നത്. പുള്ളി നിർത്തി കേട്ടോ. പുള്ളി പറയുന്നത് നടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എന്തായാലും നടക്കില്ല, അത് ഒരുപാട് പണിയുണ്ട്. അതിന് ഹിറ്റാച്ചിയോ എന്തെങ്കിലും കൊണ്ടുവന്നൊക്കെ മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമ്മളവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ഇടേണ്ട സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് 2ാമത്തെ സെക്ഷനാണേ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം കോൺക്രീറ്റ് ടീമുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും ബാക്കി അവർ 4 പേരുണ്ട്. അവർ 4 പേരും നമ്മൾ 2 പേരും നമ്മൾ കുഴച്ചിടുവാണ് കേട്ടോ. കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമുക്ക് പോവാം, ഇന്ന് നേരത്തെ കഴിയും. അപ്പോൾ നമ്മുടെ മേശിരി ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കുവാണ്. അപ്പോൾ എനിക്കാണ് കോൺക്രീറ്റിൻ്റെ ഇൻചാർജ്. ഞാൻ കോൺക്രീറ്റ് ഇടാനായിട്ട് ഞാൻ പോവുകയാണ്. നമ്മുടെ മേശിരി ഈ ഭാഗങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ നമ്മൾ അങ്ങോട്ടാണ് പണി.
അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പാതിയായി കേട്ടോ. പാതിയായ സമയത്ത് നമ്മുടെ മേശരിയുടെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് മേശരി വന്ന് കോൺക്രീറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ പാതി ഇട്ട് കഴിഞ്ഞു. ഇനി അധികമൊന്നുമില്ല, ഇനി ഇങ്ങോട്ട് കനം കുറവാണ്, ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളു കേട്ടോ. സംഭവം പുള്ളി മാറത്തരിക നീ വീഡിയോ എടുത്തോന്നും പറഞ്ഞ്. അപ്പോൾ സംഭവം ഫ്രീ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഫ്രീ ടൈമിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിന്ന് നേരത്തെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് പണിയെല്ലാം നീറ്റായിട്ട് കഴിഞ്ഞു. പിന്നെ സ്ലാബിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.